പ്രിയ പ്രേക്ഷകരെ, അത്ഭുതകരമായ ഒരു കഥ പറഞ്ഞ് നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്താം. ഇതെൻ്റെ അനുഭവമാണ്. എൻ്റെ വളരെ അടുത്ത എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരു ബന്ധുവുമായി ഞാൻ ഒരിക്കൽ ടാരോ കാർഡുകൾ നോക്കുന്ന ഒരാളെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിന് മുന്നിലെത്തി. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ബന്ധുവിന് ഒരു ജോലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. കേസ് സുപ്രീം കോടതി വരെ എത്തി. അതെങ്ങനെയാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടാരോ കാർഡ് റീഡ് ചെയ്യുന്ന ടാരോ റീഡറെ കാണാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് പോകുമ്പോൾ ഭാര്യയ്ക്ക് വലിയ മതിപ്പൊന്നുമില്ല. എന്ത് കാർഡ്, ഇതൊക്കെ നമ്മൾ ഉത്സവപ്പറമ്പിൽ തത്ത വന്നിട്ട് കൊത്തിയെടുക്കും. ശ്രീരാമൻ്റെ പടം കിട്ടിയാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇരിക്കാൻ യോഗമുണ്ടെന്ന് പറയും എന്നൊക്കെ പറയുന്ന പോലെ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. ഏതായാലും കാർഡ് നോക്കി ഈ ആൾ ഈ എൻ്റെ അടുത്ത ബന്ധുവിനോട് പറഞ്ഞു, നിങ്ങളുടെ ആ ജോലി ശരിയാവത്തില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ജോലി ശരിയായില്ല, കുഴപ്പമില്ല, ഞാൻ കൊള്ളാവുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിൽ, ഒരു വലിയ കമ്പനിയിൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയിൽ കേരളത്തിലെ ഫിനാൻസ് മാനേജറാണ്. ഇനിയിപ്പോൾ എനിക്കത് കിട്ടിയാലും ഞാൻ പോടില്ല സർക്കാർ ജോലിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു കാർഡ് എടുത്തിട്ട് പറഞ്ഞു, ശരിയാവത്തില്ലല്ലോ, അവിടെ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഈ ബന്ധു പറഞ്ഞു, അങ്ങനൊന്നുമില്ല, അവിടെ ഒരു കുഴപ്പമില്ല, മാത്രമല്ല അതിൻ്റെ ഉടമസ്ഥൻ ഒരു പാഴ്സിയാണ്, ഒരു 70 വയസ്സൊക്കെ പ്രായമുള്ള ഒരു പാഴ്സി. അദ്ദേഹം വളരെ ജെന്റിൽമാനാണ്, അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നവും എനിക്കുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോൾ കാർഡ് എടുത്തിട്ട് പറഞ്ഞു, അതെ, ഞാൻ മുകളിൽ നിന്നൊരു വീഴ്ച കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി പിന്നെ നിങ്ങൾ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഈ കാര്യം പറഞ്ഞു. ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ എൻ്റെ ബന്ധു എന്നെ പെട്ടെന്ന് ഫോണിൽ വിളിക്കുകയാണ്. ഒരു അപകടം ഉണ്ടായത് ആർക്കാണെന്നറിയോ? ഈ കമ്പനിയുടെ ഉടമസ്ഥനായ 70 വയസ്സുള്ള പാഴ്സി ബോംബെയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ, ചവിട്ടുപടി കയറുമ്പോൾ മുകളിൽ നിന്ന് വീണ് തൽക്ഷണം മരിച്ചുപോയി. നമ്മുടെ ഉമാ തോമസ് MLA എറണാകുളത്ത് വീണതുപോലെ. അപ്പോൾ എന്നോട് ബന്ധു പറഞ്ഞു, അന്ന് ആ കാർഡ് വായിച്ചിട്ട് ആൾ പറഞ്ഞില്ലേ മുകളിൽ നിന്നൊരു വീഴ്ച ഉണ്ടാവുമെന്ന്, അത് സംഭവിച്ചു. യെസ്, അത്ഭുതകരമായൊരു സംഭവമാണ്. അതുപോലെ സംഭവിച്ചു. അതിനുശേഷം ഈ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ മകൻ ചുമതല ഏറ്റെടുത്തു. അവിടെ കൂട്ടക്കുഴപ്പമായി. ഈ ബന്ധു അവിടെ നിന്ന് രാജിവെച്ച് പോരട്ടെ. അപ്പോൾ ടാരോ കാർഡ് എന്ന് പറയുന്ന നമുക്ക് കേരളത്തിൽ വലിയ പരിചയമില്ലാത്ത ഈ പ്രവചനം എൻ്റെ ബന്ധുവിൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ പ്രേക്ഷകരെ, ഞാൻ ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ടാരോ റീഡിങ്ങിൽ ഇപ്പോൾ കേരളത്തിലെ അല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തയായ ടാരോ റീഡറായ ഗംഗാ സച്ചി, ആളുകൾ ഗംഗാമ്മ എന്നൊക്കെ വിളിക്കുന്ന ഗംഗാ സച്ചിയാണ്. ABC-യിലേക്ക് സ്വാഗതം. നമസ്തേ. അപ്പോൾ ടാരോ കാർഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, ഈ ടാരോ കാർഡ് എന്ന് പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിലൊക്കെ ഇറ്റലിയിൽ ഉണ്ടായതാണ്. അന്നൊക്കെ നമ്മൾ ഈ ചീട്ട് കളിക്കുന്ന പോലെ, ബ്രിഡ്ജ് കളിക്കുന്നത് പോലെ ചീട്ട് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. പിന്നീട് ഒരു 18-ാം നൂറ്റാണ്ടിൽ ഇത് ഫ്രാൻസിലെത്തിയപ്പോൾ ഫ്രാൻസിൽ ചില ഈജിപ്ഷ്യൻ അറിവുകളൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് കബാല സമ്പ്രദായത്തിലൂടെ ഇത് വികസിപ്പിച്ചെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എറ്റില്ല എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ടാരോ ഡക്ക് എന്നാണ് പറയുന്നത്. 78 കാർഡുകളുണ്ട് അല്ലേ? 78 കാർഡുകൾ. ഈ കാർഡൊക്കെ സൂക്ഷിക്കുന്നതും വളരെ പവിത്രമായിട്ടൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടാരോ കാർഡ് സത്യമാണോ? തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ അത് സത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു പ്രഡിക്ഷൻ, ഒരു കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെ നമുക്ക് വേണം പറയാം. അപ്പോൾ പ്രവചിക്കാൻ പറ്റും. കാർഡ് ഉണ്ടെങ്കിലും കാർഡ് ഇല്ലെങ്കിലും, കാർഡ് ഉണ്ടെങ്കിലും കാർഡ് ഇല്ലെങ്കിലും അത് എൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അല്ലാതെ ചുമ്മാ എല്ലാവരുടെയും പോയിട്ട് കൈ നോക്കി കുറത്തി അങ്ങ് പറഞ്ഞ പോലെ, കൈ നോക്കി കുറത്തി പറയണ പോലെ ഒന്നും ഞാൻ പറയില്ല. എൻ്റെ ഏരിയയിൽ, എൻ്റെ ആ സ്ഥലത്തുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു എനർജി പാസിങ്ങിനുള്ള ഒരു അനുവാദം എൻ്റെ ബോഡിയിലേക്ക് അത് ആവുള്ളൂ. ട്രാൻസ്ഫോർമേറ്റ് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ പാസ് ചെയ്യുക, അല്ലെങ്കിൽ പകർന്നു കൊടുക്കുക. അപ്പം ആ എനർജി പാസിങ്ങിലൂടെ ആ മുമ്പിലിരിക്കുന്ന ഒരാളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാനൊരു സിദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. ദൈവമേ, ഞാൻ പെട്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ ആ സ്ഥലത്ത് എനിക്ക് പുറത്തിറങ്ങി ഇതൊന്നും പറയാൻ അനുവാദമില്ല. അത് എൻ്റെ എനർജിക്ക് ഒരു പക്ഷേ അനുവാദം വേണം. എൻ്റെ ഉപാസന ദേവതയുടെ. ആരാണ് ഉപാസന ദേവത? എൻ്റെ ഉപാസന ദേവത രഹസ്യം പറയാൻ പാടില്ല. അതെ, ഉപാസന ദേവത പലരും എനിക്ക് അത് ഭഗവതി സങ്കല്പത്തിൽ ഞാൻ ഉപാസിക്കണോന്ന് ഉള്ളൂ. അത് ഭഗവതിക്ക് 1008 ദേവിയാണെന്ന് പറയാം. ഉപാസന രഹസ്യം എവിടെയും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ ഞാനിങ്ങനെ ജന്മന ഉപാസനയിലേക്ക് വന്ന ഒരാളൊന്നുമല്ല.
ഒരുപാട് അതിൻ്റെ ബാക്കിൽ വലിയൊരു ഫിലിം അല്ല, വലിയ മെഗാ സീരിയൽ എടുക്കാനുള്ള അത്രയും വ്യാപ്തമായ ജീവിതത്തിലൂടെ കടന്നു നമുക്ക് അതിലേക്ക് വരാം. നമുക്കിപ്പോൾ ആദ്യം ടാരോ കാർഡ് ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിട്ട് അതിലേക്ക് പോകാം. അപ്പൊ ടാരോ എന്നുള്ളത് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാച്ചാൽ, എനിക്ക് എനർജി പാസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരുപാട് പേര് എന്നായിട്ട് കണക്ട് ആവാറുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഒന്ന് പറയൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് അതിനുള്ള അധികാരമില്ല. എൻ്റെ എനർജി ദുബായിലേക്ക്, സൗദിയിലേക്ക്, അല്ലെങ്കിൽ അതായത് എൻ്റെ ഇവിടെ നിന്ന് പുറത്തേക്ക് എങ്ങോട്ട് അയക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിർദ്ദേശം എനിക്കുള്ള കാരണം പറ്റില്ല എന്ന് പറയും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. എൻ്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ എന്നെക്കുറിച്ച് കേട്ടറിഞ്ഞു വരണതും എൻ്റെ അടുത്ത് വന്നിട്ട് അവർക്ക് കാര്യങ്ങൾ നടന്നും ഉള്ള ആൾക്കാരും ആ പബ്ലിസിറ്റിയിൽ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാനും ഞാൻ ചെയ്തു കൊടുക്കും. എനർജി പാസിങ് കൊടുക്കും. അതായത് ഈ റേക്കി ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ റേക്കി പോലത്തെ അതേ സമ്പ്രദായത്തിൽ ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ മോശപ്പെട്ട എനർജി എടുത്ത് മാറ്റിക്കളയുക, പുതിയത് അങ്ങനെയാണല്ലോ. ഇത് ഞാൻ എൻ്റെ കൈയാണ് ഒരാളെ തലയിൽ വെക്കുക, അപ്പൊ അവർ ക്ലെൻസ് ആയി പോകും എൻ്റെ എനർജി. കാരണം അത്രയും ജപശക്തി ഉണ്ടല്ലോ. എൻ്റെ ആ ജപം ഞാൻ അവരിലേക്ക് കൊടുത്ത് അവരുടെ ബോഡിയിലുള്ള ബ്ലാക്ക് എനർജികളെല്ലാം റിലാക്സ്. റേക്കി ഇപ്പോൾ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലായിടത്തും റേക്കി ക്ലിനിക്കുകളുണ്ട്. പ്രാണിക് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത്. ഞാൻ റേക്കി പഠിച്ചിട്ടില്ല, എനിക്ക് റേക്കി ഒന്നുമില്ല. ഇത് എൻ്റെ ദേവതാ നിർദ്ദേശപ്രകാരം എനിക്ക് എനർജി താങ്ങാൻ പറ്റാതെ എൻ്റെ ബോഡി തന്നെ എനിക്ക് താങ്ങാൻ പറ്റാത്ത ചൂട് അധികരിക്കുമ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ഒരാൾക്ക് അവർക്ക് ദുരിതവും സങ്കടങ്ങളും വിഷമങ്ങളായിട്ടാവും എന്നെ കാണാൻ വരിക. അപ്പോൾ അവർക്ക് അത് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഹീലായി പോകും. അങ്ങനെ വർഷങ്ങളുടെ യാത്രയിലാണ് എനിക്കിങ്ങനെ ഒരു ടാരോ ഉണ്ട് എന്നുള്ളത് എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ കാരണം എന്നെ കാണാൻ വന്നപ്പോൾ അയാളാണ് ഇങ്ങനൊരു കാർഡ് അമ്മേനെ കാണാൻ വന്നിട്ട് ഞങ്ങളെ പ്രശ്നങ്ങൾ തീരണത് ഞാൻ കാർഡിൽ കണ്ടു എന്ന് അയാളാണ് എന്നോട് പറയണത്. അതായത് 2023. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ അത് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് അമ്മയ്ക്ക് അറിയില്ല. ചോദിച്ചു ഇല്ല എനിക്കറിയില്ല. അങ്ങനെ ഇയാൾ യൂട്യൂബിലൊരു ലിങ്ക് എനിക്ക് അയച്ചു തരികയാണ്. ആ ലിങ്ക് വഴി ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്കിത് കൊള്ളാലോ എന്ന് തോന്നി. കാരണം പഠിച്ചാൽ കൊള്ളാലോ എന്ന് തോന്നി. അങ്ങനെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ടാരോ എനിക്ക് പഠിക്കണം, അതിനെനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആരുടെ അടുത്ത് പോവും, ഒരു കൺഫ്യൂഷൻ. സത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് തരുന്ന ഒരാൾ വേണമല്ലോ. അവർ ഞാനത് തള്ളിക്കളഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവരുടെ ഫോണിലേക്ക് ഗൂഗിൾ കേട്ടു തോന്നുന്നുണ്ട്, ഇവരുടെ ഫോണിലേക്ക് അത് വന്നു. അതെ, മെൻറ്റർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മെൻറ്ററുടെ തന്നെ 3 ആഴ്ചകൾ 4 ആഴ്ചകൾ അടുപ്പിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനത് മറന്നെങ്കിലും വീണ്ടും വരുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്കുള്ളൊരു നിർദ്ദേശം ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഉടനടി അങ്ങനെ അദ്ദേഹത്തെ വിളിച്ച് ഫോൺ ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എന്നോട് അടുത്ത വശം പറഞ്ഞു മാഡം പഠിക്കണ്ട, കാരണം പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരാൾക്ക് ആരും പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനർജി പാസ് ചെയ്യാൻ ഒരു ടൂൾ വേണം. ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എനിക്ക് എനർജി പാസ് ചെയ്യുന്ന ഒരു ടൂൾ വേണം. അങ്ങനെയാണ് ടാരോ ഞാൻ പഠിക്കുന്നത്. വെറും 3-4 ആഴ്ച ഞാൻ ഇപ്പോൾ ടാരോ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഏകദേശം 2000-ൽ പരം ആളുടെ റീഡിങ് ഞാൻ ചുരുങ്ങിയ കാലം കൊണ്ട് എടുത്തിട്ടുണ്ട്. കാരണം എല്ലാവരും എന്നെ വിശ്വസിച്ചിട്ട് വരണത് എനിക്ക് ഇപ്പം നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. അത് കാരണം അങ്ങനെയുള്ള പ്രിഡിക്ഷൻ ഞാൻ ചെയ്യാലോ വളരെ സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. ഇന്നതിപ്പോൾ പൊക്കോളൂ, അത് നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടും. അതിപ്പോഴും അതെ, ഈ നിമിഷം വരെ അതെ. അപ്പോൾ ഒരുപാട് നോക്കാം. ഒരുപാട് പേര് അങ്ങനെയാണ്. ഞാനിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അങ്ങനെ ധ്യാനത്തിൽ ഞാൻ രാവിലെ എന്നും ഒരു ലേഡിയാണ് വെച്ചിട്ട് ഉടനടി എണീറ്റ് അടുക്കളയിൽ പോവുകയല്ല ചെയ്യുക. ഞാൻ ധ്യാനത്തിലൊക്കെ ഇരുന്ന് എൻ്റെ ഉപാസന ദേവതയുടെ നേരെ കുറച്ച് നേരം ഇരുന്ന് ജപിച്ച് ആ മന്ത്രധ്യാനത്തിലൊക്കെ ഇരുന്ന് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇവർ ജോലിക്ക് പോയിട്ടൊക്കെ ഇരിക്കുക, അവരെ വിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അവരെ വിട്ടിട്ടാവും ഞാനിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ചക്രങ്ങളെ ധ്യാനിക്കുക. അതായത് ഇതെല്ലാം ഞാനൊരു കുരിൻ്റെ അടുത്തൊന്നും പഠിച്ചിട്ടില്ല ടാരോ അല്ലാതെ. ബാക്കിയെല്ലാം എനിക്ക് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടണ നേരിട്ട് ഉള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കണ നേരത്ത് ഓരോ ചക്രങ്ങളിങ്ങനെ ധ്യാനിക്കുമ്പോൾ 7 ചക്രാസ് ധ്യാനമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണതാണ്. പ്രാണായാമമൊക്കെ തനിച്ച് ഈ ചെയ്യണ നേരത്ത് ഇങ്ങനെ ലം വം അങ്ങനെ ഇങ്ങനെ വന്നു. അപ്പോൾ ലം എന്ന് പറയുമ്പോൾ മൂലാധാര തത്വം എൻ്റെ സ്ഥലം, ഞങ്ങളിരിക്കുന്ന സ്ഥലം, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം, അവിടെ ആ ചക്ര ആക്ടിവേഷൻ ആയി എന്നുള്ളതാണ് ലം തത്വം. ഇനി വം പറഞ്ഞു എന്നോട് കടൽക്കരയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം എവിടെയാണെന്നറിയില്ല, ശബരി പീഠം, അതായത് അഗ്നിതത്വം. ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു ഓരോ സ്ഥലങ്ങളെ പേര് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. കാരണം ഇതൊന്നും എനിക്ക് ജമ്മത്ത് പോകാൻ കഴിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പെട്ടെന്ന് നമ്മുടെ LMRKയിലെ രജിത് ജി ഉണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെയാണ്. അദ്ദേഹം മുരുകൻ്റെ ഒരു ദർശനമുണ്ടായി, അതിനുശേഷം ഓരോ സ്ഥലങ്ങൾ അദ്ദേഹത്തോട് പറയാണ്. അദ്ദേഹം അങ്ങനെ ആ സ്ഥലങ്ങൾ തേടി പോയി.
അതെ അങ്ങനെ ഭഗവാന്റെ ഒരു കമാൻഡ് അനുസരിച്ചിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ ക്യാപ്റ്റനെ പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ചാനലിലാണ് രജിജിയുടെ അതെ വീഡിയോകൾ അത് കണ്ടു. വരികയും ആളുകൾ കാണുകയും ചെയ്തു. ഞാനത് കുറേ തവണ കണ്ടു. അതായത് കുറേ ഇങ്ങനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഈ ടാരോ കാർഡ് ഉദ്ഘാടനത്തിന് ഞാൻ വിളിച്ചിരുന്നത്. അതെയോ? പക്ഷേ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് ഈ കാർഡ് അടിച്ചു കിട്ടാൻ വൈകിയ കാരണം കൊണ്ട് അദ്ദേഹത്തിന് 12-ാം തീയതി ഞങ്ങളുടെ ഉദ്ഘാടന സമയത്ത് 12-ാം തീയതി അദ്ദേഹം കാശിയിൽ അങ്ങോട്ടോ മറ്റോ അങ്ങോട്ടോ ആണെന്ന് പറഞ്ഞു. കുംഭമേളയ്ക്ക് പോയി. കുംഭമേളയ്ക്ക് പോവാണ്. ഫെബ്രുവരി 12-ാം തീയതിയാണ് ഞാൻ ഈ കാർഡ് ഉദ്ഘാടനം ചെയ്യണത്. അപ്പോൾ അദ്ദേഹം കുംഭമേളയിലാണെന്ന് പറഞ്ഞു. അപ്പം ഒരു വേറെ വഴിയില്ലല്ലോ നമുക്ക്. അപ്പോൾ എൻ്റെ മെൻറ്ററെ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കാർഡ് ഉദ്ഘാടനം ചെയ്തത്. ആ യാത്ര കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ മലയാളത്തിൽ ആദ്യത്തെ നിവേദ്യം എന്നുള്ള 51 അക്ഷരാദേവതയുടെ കാർഡ്. ഇതിൽ അല്ല, ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാർഡുകൾ ഈ പരമ്പരാഗതമായിട്ടുള്ള ടാരോ കാർഡുകളാണോ അതോ പുതിയ കാർഡുകളാണോ? ഇത് പുതിയതാണ്. ഇത് ഒറാക്കിൾ എന്ന് പറയും. ടാരോ എന്ന് പറയണത് ടാരോ 2 സെറ്റാണ്. അതായത് മേജർ ആർക്കാന, മൈനർ ആർക്കാന. ടാരോച്ചി എന്നുള്ള ഇറ്റലിയിൽ നിന്ന് ഉത്ഭവിച്ച ആ ഒരു പേര് അവരെ പ്ലേ കാർഡ് എന്നാണ് പറയുന്നത്. ഒരു ഗെയിമിന്റെ പേരാണ് ബ്രിഡ്ജ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർഡാണ് ടാരോച്ചി എന്നുള്ളത്. അവരുടെ ഗെയിമിന്റെ പേരാണ്. അപ്പൊ ആ ടാരോച്ചിയിൽ നിന്നിട്ട് ഇത് അറബ് രാഷ്ട്രങ്ങൾ, ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ പോലും ബംഗാളിൽ, അതുപോലെ ഒഡീഷ, ഇതിലെല്ലാം ഈ കാർഡുകൾ ഉണ്ടായിരുന്നത്. ഒഡീഷയൊക്കെ ദശാവതാരം, മഹാവിഷ്ണുവിന്റെ ദശാവതാരമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഒരു ടാരോ കാർഡിന്റെ ചിത്രം ഞാൻ നോക്കുമ്പോൾ ഈ യൂറോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു കാർഡിൽ കുരിശൊക്കെ ധരിച്ചിരിക്കുന്ന രൂപങ്ങളാണ് പലതും ഉണ്ട്. അതായത് ഇത് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് ടാരോ. സത്യം പറഞ്ഞാൽ അവരുടെ ഇതില് അവരുടെ മാലാകമാരൊക്കെ ഉണ്ടല്ലോ. ഈ ക്രിസ്ത്യാനിറ്റിയിൽ ബൈബിളിൽ പറയണ മാലാകമാരൊക്കെ ഇതിലുണ്ട്. പക്ഷെ അത് കൈകാര്യം ചെയ്യണ ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ എൻ്റെ ഉപാസന ദേവത 2 തരം കാർഡുകളുണ്ട്. ഒക്കുലേറ്റ് ടാരോ ഉണ്ട്. ഒക്കുലേറ്റ് ടാരോ പറയുമ്പോൾ ഈ ഡീമൺസിനെ വെച്ചിട്ട്, അതായത് ഈ മരണപ്പെട്ട ഡെവിൾ എനർജി വെച്ചിട്ട്, ഞാൻ ഡിവൈൻ എനർജി വെച്ചിട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഒക്കുലേറ്റ് ടാരോ ഉണ്ട്, സാധാ ടാരോ ഉണ്ട്. ടാരോ തന്നെ പാശ്ചാത്യ ടാരോ, ഇന്ത്യൻ ടാരോ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതാണ്? ഞാൻ ഇന്ത്യൻ ടാരോ ആണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ടാരോ നമ്മളിലേക്ക് വന്നത് പാശ്ചാത്യത്തിൽ നിന്ന് തന്നെയാണ്. എല്ലാതും നമ്മുടെ ഇവിടുന്ന് പോയിട്ടാണല്ലോ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇത് ആരും അംഗീകരിക്കില്ലല്ലോ. പക്ഷെ ഒക്കുലേറ്റ് ടാരോ എടുക്കണ ഒരാള് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതിപ്പോൾ ഡിവൈൻ ആണെങ്കിലും ഒക്കുലേറ്റ് ആണെങ്കിലും അതെ. കാരണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിന് കംപ്ലീറ്റ് ഗൈഡൻസ് ഡെവിൾ എനർജി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ഡെവിളിനെ ഇപ്പൊ ഞാൻ ഇതിൽ എടുക്കുന്ന ഗൈഡൻസ് ഡിവൈൻ എനർജിയാണ്. അപ്പൊ ഡിവൈൻ എന്നോട് പറയും ഇന്ന കാർഡ് ഇന്ന റീഡിങ്ങിന് എടുക്കാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടും ഇല്ലേ. അതായത് ഇപ്പോൾ ഞാൻ സാറിന്റെ ഒരു റീഡിങ് എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിൽ ഇന്ന കാർഡാണ് ഞാൻ ചൂസ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ടാരോ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഇത് എന്റെ കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ വേറെ ഉണ്ടാക്കിയ കാർഡാണ്. അത് ഇത് 4ഉം ഞാൻ ഉണ്ടാക്കിയ കാർഡാണ്. എന്റെ സ്വന്തം കാർഡാണ്. ഇതിനെ ടാരോ എന്നല്ല, ഇത് ടാരോ ഒറാക്കിളാണ്. ഒറാക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഗൈഡൻസ് കൊടുക്കാൻ ടാരോ കഴിഞ്ഞിട്ട് ഒരു ഒറാക്കിൾ കാർഡ് ഉണ്ടെങ്കിലാണ് അത് പൂർത്തീകരിക്കുള്ളൂ. ഇപ്പൊ ഇന്നതാണ് സിറ്റുവേഷൻ, ഞാൻ പറയണ ഇന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ടാരോ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രശസ്ത സിനിമാ താരം റാണി പത്മിനി, അവരെ മരണം പോലും ഞാൻ ടാരോല കണ്ടത്, അവരുടെ ബന്ധുവിന്റെ റീഡിങ്ങില്. പക്ഷെ അവർ സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂടെ ഒരു എനർജി, ഇത്ര വയസ്സിൽ ഇത്ര മരണപ്പെട്ട ഇന്ന ആളുടെ എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ അത് അവർക്ക് അറിയാം. പക്ഷെ എൻ്റെ മുമ്പിൽ സമ്മതിക്കാനൊരു മടി. അതുപോലെ വളരെ വളരെ ബൃഹത്തായ അല്ലെങ്കിൽ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസുണ്ട്. അവര് ഇവിടെ അനുവാദത്തോടു കൂടിയിട്ട് തന്നെയാണ് ഞാനിത് പറയണത്. കാരണം അവർ സമ്മതിച്ചു. കാരണം അവർക്ക് അത്ര എന്നോടുള്ള റെസ്പെക്ട്, അമ്മ എന്നുള്ളൊരു ബഹുമാനമൊക്കെയാണ്. അത് വേലുത്തമ്പി ദളവുണ്ടല്ലോ, ആ ഫാമിലിയിൽ തിരുവനന്തപുരത്താണ്. ആ അന്നത്തെ കാലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ടാരോ റീഡിങ് എൻ്റെ അടുത്ത് ബുക്ക് ചെയ്തത് ഏകദേശം ഫെബ്രുവരിയിലാണ്. പക്ഷെ ഇദ്ദേഹം എൻ്റെ അടുത്ത് ടാരോ റീഡിങ് എടുക്കണേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ടാരോ റീഡിങ് എടുക്കാതെ പേയ്മെന്റ് ചെയ്ത്, സാധാരണ പേയ്മെന്റ് ചെയ്താൽ ടൈമും ഡേറ്റും ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക പതിവ്. അല്ലാതെ ഒരാൾക്ക് ഡേറ്റ് കൊടുത്തിട്ട് അപ്പം പേയ്മെന്റ് ചെയ്യല്ലോ. കാരണം വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇത്രയും റീഡിങ് ഏകദേശം 2000 പേരുടെ റീഡിങ് എടുത്തു എന്ന് പറയണത് ചുമ്മാ അല്ല. നമ്മൾ
ഒരാൾക്ക് അവർ പേയ്മെന്റ് ചെയ്താൽ ഉടനടി നമ്മൾക്കൊരു ഷെഡ്യൂൾ ചെയ്യും. നമ്മളുടെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെലകോളർ ഉണ്ട് നമുക്ക്. കാരണം ഇതെല്ലാം കൂടിയിട്ട് എനിക്കിരുന്ന് കേൾക്കാനും ഇതാക്കാൻ സമയമില്ല. കാരണം ടാരോ റീഡിങ്, എൻ്റെ കാര്യങ്ങൾ, പൂജ, അതുപോലെ തന്നെ പരിഹാരങ്ങൾ. ഇപ്പോൾ തന്നെ ഞാനൊരു പരിഹാരത്തിന് ഇവിടെ കൊച്ചിയിൽ വന്നത് കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വരാനും എനിക്ക് പറ്റിയത്. അപ്പോൾ അവരുടെ ഈ ഒരു വ്യക്തിയുടെ റീഡിങ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അമ്മയെ വന്ന് നേരിട്ട് കാണും എന്ന് പറഞ്ഞു. അപ്പോഴും നേരിട്ട് കാണും പറഞ്ഞപ്പോൾ ഞാൻ തള്ളിക്കളഞ്ഞു. ഞാൻ എപ്പോഴും ഞങ്ങൾ ആത്മീയയാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമല്ലോ, സദാസമയം ആത്മീയയാത്രയിലാണ്. വീട്ടിലെ പൂജ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ അടുത്ത പൈസ, ഈ പൈസ കിട്ടണമൊക്കെ ഞങ്ങൾ ദൂരെ ഇന്ത്യയിൽ ഇനി പോവാത്ത ഒരുവിധ ക്ഷേത്രങ്ങളൊക്കെ ഇനി ഗുജറാത്ത് അങ്ങനെ ആ ഭാഗത്തേക്കുള്ളൂ. ബാക്കി ഈ ഭാഗമൊക്കെ ഒരുവിധം അതെ, കാമാഖ്യ, കാശി, അയോധ്യ, പിന്നെ കേദാർനാഥ്, ഇങ്ങനെ എല്ലാവരുടെയും ഞാൻ ആഗ്രഹിക്കുന്ന യാത്രകളാണ് ഇപ്പൊ ഞാൻ ചെയ്തത്. നമുക്ക് കാർഡിലേക്ക് വരാം. അപ്പൊ അങ്ങനെ പോയി ഈ ഒരു അനുഭവം പറയാന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ യാത്ര പോയപ്പോ ഈ പയ്യനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പക്ഷെ ഞാനൊന്ന് നോക്കും ആർക്കൊക്കെ റീഡിങ് കൊടുക്കാതിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ഈ പയ്യന് വീണ്ടും റീഡിങ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ വീണ്ടും വോയിസ് ഇട്ട് വാട്സപ്പിൽ. അപ്പൊ ആ ദുബായിലാണ്. എൻ്റെ പ്രായമുണ്ട്, പക്ഷെ അത് പയ്യൻ എന്ന് വിളിക്കണ എന്നെ എല്ലാവരും അമ്മ വിളിക്കുമ്പോൾ ഞാൻ അവരെയൊക്കെ അങ്ങനെ വിളിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ റീഡിങ് തരാം, നീ എന്താത് റീഡിങ് എടുക്കാത്തത്? അല്ല ഞാൻ അമ്മേനെ നേരിട്ട് കാണാൻ വരും പറഞ്ഞു. പക്ഷെ ഞാനൊരു പരിഹാരത്തിന് കാസർഗോഡ് പോയപ്പോൾ പുള്ളി അവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഒരു 1.5-2 ഏക്കർ തോന്നുന്നു. അവിടെ വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് ഞാൻ ടാരോ റീഡിങ് എടുത്തു കൊടുത്തു. പുള്ളിയുടെ റീഡിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ 2 മക്കളെ റീഡിങ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ മകൻ്റെ റീഡിങ് എടുത്തു, അവന് ഇന്ന പോലെ കാര്യങ്ങളെന്ന് പറഞ്ഞു. ഓക്കെ. രണ്ടാമത്തെ മകൻ്റെ റീഡിങ് എടുത്തപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയൊരു കേസാണ്. കാരണം ഈ പയ്യൻ്റെ റീഡിങ് എടുത്തപ്പോൾ കാരണം സാധാരണഗതിയിൽ ടാരോ കാണുന്ന ഒരാൾക്ക് അല്ല ഞാൻ ടാരോ കാണുക. എനിക്കത് ഒക്കെ എൻ്റെ മുമ്പിൽ എനിക്ക് ദേവി തരുന്ന നിർദ്ദേശങ്ങളാണ്, അല്ലാതെ ടാരോയുടെ മീനിങ് അല്ല ഞാൻ വായിക്കുക. ഈ ഇത്രയും 2000 പേർക്ക് റീഡിങ് എടുത്തതിലും അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ എനർജിയിൽ വേറൊരു എനർജി കണക്റ്റായി നിൽക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ 9 കന്യകമാരുടെ മരണം നടന്നൊരു സംഭവമുണ്ട്. ഈ വേലുത്തമ്പി തളവ രാജാവിൻ്റെ കാലത്ത് അന്നൊക്കെ അറിയാലോ, മറ്റേ കന്യകമാരൊക്കെ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ഇംഗിതത്തിന് വിസമ്മതിച്ചപ്പോൾ കഴുത്തറുത്തിട്ട് ഒരു കുളത്തിലിട്ടിട്ട് തവളയില്ല കുളം എന്ന് പറഞ്ഞിട്ടൊരു കുളമുണ്ട്, പാറശാലയിലാ തോന്നുന്നു. ഇതെല്ലാം കണ്ടെത്തിയത് ഞാൻ ഈ ടാറോയിലാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ചെവിയിൽ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കണ പോലെയാണ് ഈ 9 സ്ത്രീകളും, അതായത് 9 കന്യകമാരും. ഞാൻ പറഞ്ഞു 5 അല്ലെങ്കിൽ 9. അപ്പൊ ഇത് ഇവനും ഇങ്ങനെ ആകെ അന്താളിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടപ്പോൾ. കാരണം അവരുടെ രഹസ്യമാണ് ഞാൻ ഈ ടാരോയിൽ പറയണത്. അവർക്കറിയാം അത്. അപ്പൊ പക്ഷെ ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല പുള്ളി, ക്ഷേത്രം അറിയില്ല. ഇത് അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് ഉറപ്പായിട്ടും എനർജി അവൻ്റെ കൂടെ അവൻ അസ്വസ്ഥതപ്പെടുത്തിയിട്ട് ചെവിയിൽ ഇങ്ങനെ വണ്ട് മൂളണ പോലെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവൻ ഈ ഭാഗം തരിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ആ കറക്റ്റാണ് അമ്മ പറഞ്ഞത്. ഇവനാകെ അങ്ങനെ തരിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞത് കറക്റ്റാണ്. 5 വയസ്സിലെ ഈ കുട്ടീനെ ആരോ വിളിച്ചു കൊണ്ടുപോയിട്ട് കിണറിൻ്റെ പക്കത്ത് നിന്നിട്ട്, അതായത് തൊട്ടടുത്ത് ചേട്ടൻ്റെ വീടും അപ്പുറത്ത് അനിയൻ്റെ വീടും. അപ്പോൾ അനിയൻ്റെ അടുത്ത് കിടന്നിരുന്ന കുട്ടി പോയിട്ട് കിണറ്റിൻ്റെ പക്കത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണെന്ന്. കിണറിൻ്റെ ഇതിൽ സ്വല്പം തെറ്റിയ കുട്ടി കിണറ്റിൽ പോയി. പക്ഷെ നായ്ക്കൾ കുറയ്ക്കണ ശബ്ദം കേട്ടിട്ട് ഇവർ ഓടി വന്നില്ലായിരുന്നെങ്കിൽ കുട്ടിയെ കിണറ്റിൽ പെട്ടേനെ. അപ്പോൾ ഇത് കൊടുക്കുകയാണ്, ഇവർ അറിയിക്കുകയാണ്, അവർക്ക് പറയാനുള്ളത് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. അതാണ് ഞാൻ ടാരോയിൽ കണ്ടെത്തി. അപ്പോൾ അവിടെ പരിഹാരം ചെയ്യേണ്ടത് ഇവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അംഗീകരിച്ചാൽ മാത്രമേ ഈ കുട്ടിയിൽ നിന്ന് ഈ എനർജി പോവുള്ളൂ. അടുത്ത റീഡിങ് എടുത്തു ഇയാളുടെ അനിയൻ്റെ, അവരുടെ കൂടെ ഈ എനർജി ഉണ്ട്. ഇത് എൻ്റെ അനിയനാണ് എന്ന് പറയണകാട്ടി മുന്നെയാണ് റീഡിങ് എടുക്കണത്, എന്നോട് പറയണില്ല. അപ്പോൾ നോക്കുമ്പോൾ അയാൾക്കും ഈ എനർജി കണക്റ്റായി. അത് കഴിഞ്ഞിട്ട് അനിയൻ്റെ മകളുടെ അടുത്തു വലിയ പ്രശ്നമില്ല, പെങ്ങളുടെ മകളുടെ അടുത്തു അവരുടെ കൂടിയ എനർജി, ഇതേ എനർജി അവരുടെ കുടുംബത്തിൽ എല്ലാവരെയും ബാധിച്ചു. കാരണം അതിന് സൊല്യൂഷൻ ചെയ്യും 9 സ്ത്രീകളുടെ ആവശ്യം, കന്യകമാരായ 9 സ്ത്രീകളുടെ ആവശ്യം നിറവേറിയാൽ തന്നെ അവരെ വിട്ടുപോവുള്ളൂ.
നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവം ടാരോ കൂടെ മാത്രം കണ്ടെത്തിയതാ. അതായത് നമുക്ക് വിശ്വസിക്കാനാവാത്ത അവിശ്വസനീയമായ കുറേ കാര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. നമ്മൾ ശാസ്ത്രമൊക്കെ ഒരുപാട് വികസിച്ചു എന്നൊക്കെ പറയും. എന്നാലും നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിന്, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഒക്കെ മനസ്സിലാവാത്ത ഒരുപാട് പ്രഹേളികകൾ, അത്ഭുതങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നമുക്ക് അറിയില്ല, നമ്മളെല്ലാവരും ശാന്തരായി കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്നൊരു നായ എണീറ്റ് കുരയ്ക്കുന്നത് എന്തിനാണെന്ന് പോലും നമുക്കറിയില്ല. അദൃശ്യമായ എന്തൊക്കെയോ പാസ് ചെയ്തു പോകുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയാത്ത എന്തൊക്കെയോ ലോകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ടാരോയ്ക്ക് പറ്റും. ടാരോയെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കണം എനിക്ക്. ഏതായാലും ടാരോ കാർഡിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റും. അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരവും കണ്ടെത്താൻ പറ്റുമോ? അതെ, പരിഹാരം കൂടിയാണ്. അതുകൊണ്ടാണല്ലോ ഇവരെല്ലാരും എന്നെ തേടി വരുന്നത്. ഈ പരിഹാരം എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഞാൻ എൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക എൻ്റെ നിർദ്ദേശപ്രകാരം. എനിക്ക് ഇപ്പം ആദ്യത്തെ പോലെ ഞാൻ കൈ പോയി വെച്ച് കൊടുക്കില്ല. കാരണം ഇവരുടെ നെഗറ്റീവ് കംപ്ലീറ്റ് ഞാൻ നല്ല സുന്ദരിയായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ കറുത്ത് കരിക്കട്ടായിട്ട് ഇരിക്കണത് ഇവരുടെ നെഗറ്റീവ് എടുത്തിട്ടാണ്. ഞാൻ ഒരാളെ പോയിട്ട് തൊടുമ്പോൾ അവരുടെ നെഗറ്റീവ് മൊത്തം എൻ്റെ ബോഡിയിലേക്ക് വരിക. ഞാൻ ഒരു ഭാഗം തളർന്ന് കിടന്നു പോലും ഉണ്ട്. ഒരാളെ നെഗറ്റീവ് എടുത്തതാണ്, ഇവരാണ് എടുത്തത്. പക്ഷെ അന്ന് അദ്ദേഹം തളർന്നു. അദ്ദേഹത്തിന്റെ ആ ദുരിതം ഞാൻ ഇങ്ങോട്ട് മാറ്റിയത് ഞാൻ തളർന്നു വന്നു. 3 മാസം ഞാൻ കിടന്നപ്പോ. അപ്പൊ നമുക്കിപ്പോ 4 തരത്തിലുള്ള ടാരോ കാർഡുകളുണ്ട് അല്ലേ? 5 തരം ഉണ്ട്. ഇതിലിപ്പോ 4 ഏതൊക്കെയാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ടാരോ? നമ്മളുള്ളത് രുദ്രതീർത്ഥം, നിവേദ്യം, രാധാമാധവ്. ഒന്നിപ്പോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ കാർഡ് ഇപ്പൊ നടക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർ, നമ്മൾ ഇത് നമ്മുടെ മലയാളത്തിൽ കാര്യമായി പരിചയമില്ലാത്ത, നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപക്ഷെ അധികം പേരും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട പ്രവചനം എന്ന് പറയാം. പ്രവചനത്തിൻ്റെ ഒരു പുതിയ ലോകത്തേക്കുള്ള ഒരു വാതിലാണ് നമ്മൾ തുറന്നിരിക്കുന്നത്. അതിൻ്റെ ചുരുക്കം ചില ഭാഗങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. നിർബന്ധമായും നമ്മുടെ ഈ എപ്പിസോഡുകൾ കാണണം. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേർ നമുക്ക് നിർവചിക്കാൻ അറിയാത്ത, പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ല, ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വീടുമില്ല എന്ന് പറയുന്നവർ. എല്ലാ പ്രശ്നങ്ങളും, എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കുന്നുമില്ല. ചിലതൊക്കെ നമ്മുടെ പരിധിക്കപ്പുറത്താണ്. നമ്മുടെ പരിധിക്കപ്പുറത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില ആളുകൾക്ക് കഴിയുന്നുണ്ട്, ചില രീതികൾക്ക് കഴിയുന്നുണ്ട്, ചില വിശ്വാസങ്ങൾക്ക് കഴിയുന്നുണ്ട്, ചില ഉപകരണങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത്തരം ഒരു ഉപാധിയാണ് ഈ ടാരോ കാർഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ടാരോ കാർഡിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഒരു പക്ഷേ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൻ്റെ പരിഹാരം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ടാരോ കാർഡിലൂടെ സാധ്യമാകുമായിരിക്കും. അതേക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട്. നിർബന്ധമായും അടുത്ത എപ്പിസോഡ് കാണുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.